ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ സമയം ഇപ്പോൾ രാവിലെ ഒരു 7:15 ആയിട്ടുണ്ടാവും. കറക്റ്റ് സണ്ണിൻ്റെ ഓപ്പോസിറ്റാണ് ഞാൻ നിൽക്കണേ. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിലാണ്. അമ്മൂമ്മയുടെ വീട് തൃശ്ശൂർ തന്നെയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 12-13 കിലോമീറ്റേഴ്സ് അകലെയാണ്. അപ്പോൾ ഞാനൊരു 3-4 ദിവസം അമ്മൂമ്മയുടെ വീട്ടിലാണ് നിൽക്കാൻ പോണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഹൗ ഐ സ്പെൻഡ് എ ഡേ അറ്റ് മൈ അമ്മൂമ്മാസ് ഹൗസ്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് എണീറ്റു, കോഫിയൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ അമ്പലത്തിലൊക്കെ പോകണം. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അപ്പോൾ പതുക്കെ ആസ് ദ ഡേ പ്രോഗ്രസ്സസ് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഞാൻ എന്തൊക്കെയാണ് ചെയ്യണതെന്ന്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇത് അമ്മൂമ്മയുടെ വീടിൻ്റെ ബാക്കിലുള്ളൊരു സ്പേസാണ്. ഇവിടെ ജാതിക്കയുടെ മരം, തെങ്ങ്, പിന്നെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വാഴ ഒക്കെ ഉണ്ട്. ഇത് കുറച്ചൊന്ന് എന്താ പറയുക, ഡേർട്ടി ആയിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുള്ളതുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഇവിടെ വന്നിട്ടാണ് കോഫി കുടിക്കുക. കാരണം നല്ല രസമല്ലേ ഇങ്ങനെ ചുറ്റും മരങ്ങളും ചെടിയൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ഇടയിലൊക്കെ വന്ന് നിന്ന് കോഫി കുടിക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഫ്ലാറ്റിലും കൂടിയല്ലേ താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ വരുമ്പോൾ ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുറേ നേരം പുറത്തിരിക്കാനും ഇവിടെ ഈ ബാക്ക് സൈഡിൽ ഇങ്ങനെ വന്ന് നടക്കാനൊക്കെ. മാധവനും അതെ, മാധവനും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അമ്മൂമ്മയുടെ വീട്ടിൽ വരിക. കാരണം മാധവന് ഇവിടെ ഓടി നടക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. മാധവൻ പക്ഷെ ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല. മാധവൻ കുറച്ച് നേരത്തിനുള്ളിൽ എത്തും. മാധവൻ കൊച്ചിക്ക് പോയിക്കുകയാണ്, എൻ്റെ ചേച്ചിയുടെ കൂടെ സ്റ്റേക്കേഷന് വേണ്ടി പോയിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആളും നമ്മളെ ജോയിൻ ചെയ്യും. ആളും എൻ്റെ കൂടെ 3-4 ദിവസം ഇവിടെ നിൽക്കും. കാരണം ഞാൻ എപ്പോഴൊക്കെ ഇങ്ങോട്ട് വന്നാലും മാധവനെ എൻ്റെ കൂടെ കൊണ്ടുവരും. നേരത്തെ പറഞ്ഞ പോലെ മാധവനും ഫ്ലാറ്റിലല്ലേ, അപ്പോൾ ഇവിടെ വരുമ്പോൾ മാധവനും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കുറേ ഓടാം, പൂച്ചേനെ പിടിക്കാം, പൂച്ചയുടെ പിന്നാലെ ഓടാം. അപ്പോൾ ആൾ കുറച്ച് കഴിഞ്ഞാൽ വരും എൻ്റെ കൂടെ. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ഇതാണ് അമ്മൂമ്മയുടെ ടെറസിൽ നിന്നുള്ള വ്യൂ. ഈ അമ്പലത്തിലേക്കാണ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പോകുന്നത് റെഡിയായിട്ട്. ഈ അമ്പലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ഒരു മിനി വേർഷൻ ആണെന്ന് പറയാം. കാരണം അതുപോലെ തന്നെയാണ് അതിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചറൊക്കെ വരുന്നത്. സോ ഈ അമ്പലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ശരിക്കും നോക്കൂ. അങ്ങനെ ഞാൻ ഫൈനലി റെഡിയായി അമ്പലത്തിലെത്തി. കുറച്ച് ലേറ്റായി. ഇവിടെ ഇപ്പോൾ ഒരു 9 o'clock ഒക്കെ ആയി. ചെറുതായിട്ട് മഴ ചാർന്നുമുണ്ട്. അപ്പോൾ ഞാൻ എന്താ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് അമ്പലം കാണിച്ചു തരാം. അങ്ങനെ ഞാനിവിടുന്ന് തൊഴുതിറങ്ങി. പെട്ടെന്ന് തൊഴുതിറങ്ങി. കാരണം വീട്ടിൽ അമ്മൂമ്മ ഒറ്റയ്ക്കാണ്. അപ്പോൾ കണ്ട് എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം. സോ ഞാൻ ചെറുപ്പം മുതലേ വരുന്ന ഒരു അമ്പലമാണിത്. ഞാൻ പണ്ടൊക്കെ മുത്തശ്ശനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴും മുത്തശ്ശൻ്റെ കൂടെ വരുമായിരുന്നു. ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ഇവിടെ. പക്ഷെ ഇപ്പോൾ കുറച്ച് മെയിൻ്റനൻസൊക്കെ കുറഞ്ഞു. അങ്ങനത്തെ ഒരു ഇത് ഒരു ഡ്രോബാക്ക് ഞാൻ കണ്ടു. പക്ഷെ എന്നാലും ഇവിടെ വന്ന് തൊഴുത് കഴിഞ്ഞാൽ, അത് ഏത് അമ്പലത്തിലാണെങ്കിലും കേട്ടോ, ഒന്ന് തൊഴുത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ഫീൽ ചെയ്യും.
അപ്പം ഞാനിവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങി ഇനി തിരിച്ച് വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. അമ്മൂമ്മ ഇങ്ങോട്ട് നോക്കൂ, ദോശ ഉണ്ടാക്കിയോ? നീ ചട്നി ഉണ്ടാക്കണ്ടേ? 1 മിനിറ്റിൽ ഉണ്ടാക്കുമോ? ഞാൻ ഉണ്ടാക്കാം, എനിക്ക് പറഞ്ഞാൽ മതി. എല്ലാം എടുത്ത് വെച്ചോ? ചായ വേണ്ടേ? ആ ഞാൻ എടുത്തുതരാം, അവിടെ ഉണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തേക്ക് നടക്കാനല്ല ആക്ച്വലി ഇറങ്ങിയത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ അമ്മൂമ്മയുടെ വീടിൻ്റെ ഭാഗത്ത്. ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഫ്രണ്ടല്ല, പട്ടിക്കുട്ടിയാണ്. ഈ പരിസരത്ത് എപ്പോഴും ഉണ്ടാവും, അമ്മൂമ്മയുടെ വീടിൻ്റെ പരിസരത്ത്. അപ്പോൾ ഞാൻ വരുമ്പോഴൊക്കെ വീട്ടിലേക്ക് ഓടി വരും, ഞാൻ ബിസ്ക്കറ്റൊക്കെ കൊടുക്കും ആൾക്ക്. ഈ ഭാഗത്ത് ആക്ച്വലി ഒരുപാട് പട്ടിക്കുട്ടികളുണ്ട്, പക്ഷെ ആൾ മാത്രമാണ് സ്ഥിരമായിട്ട് എപ്പോഴും അമ്മൂമ്മയുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുണ്ടാവും. അപ്പോൾ ഞാൻ ആൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ആളെ നോക്കി വന്നതാണ്. പക്ഷേ ഈ ഭാഗത്തൊന്നും കാണാനില്ല. എനിക്ക് തോന്നുന്നത് എവിടെയെങ്കിലും ചുറ്റാൻ പോയിട്ടുണ്ടോ. ഞാൻ വിചാരിച്ചു ആൾ വരികയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന്. പക്ഷെ ആളെ തപ്പി ഇറങ്ങിയിട്ട് ഇപ്പോൾ ആളെ കാണാനില്ല ഇവിടെ. ആക്ച്വലി ഇൻഫാക്റ്റ് ഇവിടെ ഒരു പട്ടികളെയും കാണാനില്ല. ഇവിടെയൊക്കെ കുറേ ആൾക്കാർ എപ്പോഴും ഉണ്ടാവണതാണ്. അപ്പോൾ കാണാത്ത സങ്കടത്തിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ നടക്കുകയാണ്. ആൾ വരും, ചില സമയങ്ങളിൽ വീടിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റിന് മുമ്പിൽ വന്ന് നിന്നിട്ട് കരയും. അപ്പോൾ അങ്ങനെ വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് നടക്കുക. എങ്ങനെയുണ്ടായിരുന്നു പോയിട്ട്? എങ്ങനെയുണ്ടായിരുന്നു? കൊച്ചിയിലൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ? അങ്ങനെ മാധവൻ ലാൻഡ് ചെയ്തു കൊച്ചിയിൽ നിന്ന്. എൻ്റെ കൂടെ ഇനി ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവും. അപ്പോൾ സമയം ഇപ്പോൾ 12:30 ആയി. എനിക്ക് വർക്കിന് കയറാൻ ടൈമായി. ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളത് ചെയ്തു. അപ്പോൾ ഇന്ന് എനിക്ക് 12:30 to 9:30 ഷിഫ്റ്റാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇന്നത്തെ ദിവസം ഫുൾ വർക്ക് തന്നെ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കൊന്ന് മാധവനെയും കൊണ്ട് ഈവനിങ് നടക്കാൻ പോകണം. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അപ്പം കാണിക്കാം. ഇപ്പം എന്തായാലും ഞാൻ പോയി ഷിഫ്റ്റിന് ജോയിൻ ചെയ്യട്ടെ. ഓക്കെ. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനും അമ്മയും മാധവനും കൂടി നടക്കാൻ ഇറങ്ങി. ഇപ്പോൾ സമയം ഒരു 6:30 ഒക്കെ ആയി. അതുകൊണ്ട് ലൈറ്റ് കുറവാണ്, കുറച്ച് ഇരുട്ടൊക്കെ ആയി തുടങ്ങി. എൻ്റെ വർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, 9:30 വരെ ഉണ്ട്. ഞാനിപ്പോൾ ബ്രേക്ക് ഇട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതായിരുന്നു എൻ്റെ ഡേ അറ്റ് അമ്മൂമാസ് ഹൗസ്. ഇപ്പോൾ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു. ജോലി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മേല് കഴുകി. ഇപ്പോൾ ഇവിടെ സമയം ഒരു 10-10:30 ആയി. ഡിന്നറൊക്കെ ഞാൻ കഴിച്ചു. ഡിന്നറൊക്കെ ജോലിയുടെ ഇടയിൽ തന്നെ കഴിച്ചു. അപ്പം അങ്ങനെയായിരുന്നു ഇന്നത്തെ ദിവസം ഞാൻ സ്പെൻഡ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഉച്ച തൊട്ട് രാത്രി വരെ ഈ വർക്ക് ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ തന്നെയായിരുന്നു. പിന്നെ ഇടയിൽ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന പ്രതീക്ഷയിൽ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വേറൊരു ദിവസം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഡു സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ലൈക്ക്, കോമെൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.